വെൽക്കം ടു ഫോർ വ്ലോഗ്സ്. അപ്പൊ ഇന്ന് ഞങ്ങളുടെ പരിപാടി എന്താ പരിപാടി? ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. വെല്ലുവിളി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നമുക്ക് ധൈര്യം ഉണ്ട് എനിക്ക് ചിക്കൻ കറി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവള് പറഞ്ഞു ചിക്കൻ കറി ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞത് ഞങ്ങൾ ചിക്കനൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ. ഉണ്ടായി തന്നു. ഇന്ന് സ്പെഷ്യൽ ചിക്കൻ കറി എന്ന് വെച്ചാൽ നമ്മൾ അന്ന് പറഞ്ഞില്ലേ അവൾക്കൊരു ഈഗോ ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് മുന്നത്തൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് അഞ്ജലി അടുക്കള കയറൂല എന്നൊക്കെ ഉള്ളത്. സോ അതിൻ്റെതായ ഒരു ഈഗോ അഞ്ജലിക്ക് ഉണ്ടായോ ഇല്ലേ? എനിക്ക് അങ്ങനെ ഈഗോ ഒന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇന്ന് ചിക്കൻ വാങ്ങിയപ്പം ഒരു സ്പെഷ്യൽ ടൈപ്പ് ചിക്കൻ ഉണ്ടാക്കണം എന്ന് മനസ്സിലുണ്ട്. ബട്ട് അത് എങ്ങനത്തെ ചിക്കൻ ഉണ്ടാക്കണം, ഇവിടെ അടുക്കളയിലുള്ള ഐറ്റംസ് വെച്ച് അഞ്ജലി പറഞ്ഞതെന്ന് വെച്ചാൽ നോർമൽ ചിക്കൻ എല്ലാവരും കാണാൻ പോണില്ല. നോർമൽ ചിക്കൻ എല്ലാവർക്കും ഉണ്ടാക്കാം. ഈ കേരളത്തിലുള്ള എല്ലാവർക്കും നോർമൽ ചിക്കൻ. നമ്മൾ സ്പെഷ്യൽ ആയിട്ട് എന്ത് ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട്. എന്തായി തീരുവെന്തോ. അതെ, നമ്മൾ പല സ്പെഷ്യൽ ചിക്കനും പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോ പേരൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അല്ല, എന്തായാലും നമ്മളിപ്പോൾ അടുക്കളയിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ്. ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ ഇത്ര ഒരുപാട് ലേറ്റ് ആയി. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോൾ പുറത്തു പോയി സാധനങ്ങൾ വാങ്ങാൻ പറ്റില്ല. എന്തായാലും ഇദ്ദേഹം എന്നോട് ചോദിക്കാതെ കുറച്ച് ചിക്കൻ വാങ്ങിച്ചോണ്ട് വന്നു. എന്നാൽ ഒരു ഫോൺ കോൾ ചിക്കൻ മാത്രം മതിയോ, വീട്ടിൽ ഇന്ന സാധനങ്ങളുണ്ടോ, വേണോ? നമ്മളെ അടുക്കള പണിയല്ലാതെ നമുക്കറിയില്ല ഇതിന്റെ സാധനങ്ങൾ. നമുക്ക് പ്രതീക്ഷയില്ലല്ലോ. അതെല്ലാം നമ്മൾ പ്രിപ്പയർ ആയിരിക്കണല്ലേ. നമ്മൾ എന്ത് ദിവസം എല്ലാ വീട്ടിലുണ്ടാവും. പക്ഷെ ചിക്കൻ സാധാരണ വീട്ടിലുണ്ടാവാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ചിക്കൻ മാത്രം വാങ്ങിച്ചോണ്ട് വന്നു. ബാക്കി ഉപ്പ്, മുളക്, മല്ലി മലയാളികൾ കേട്ട അഞ്ജലി നേരെ പുച്ഛിക്കും. ഞാൻ ഉപ്പില്ല എന്നല്ല ഉദ്ദേശിച്ചത്, വേറെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്. പിന്നെ പറഞ്ഞപ്പോ അങ്ങനെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഉള്ള ഐറ്റംസ് വെച്ചിട്ട് ഇനിയിപ്പോ അതിനകത്ത് എന്തെങ്കിലും കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇനിയിപ്പോ നല്ല ടേസ്റ്റ് ആയി എന്താണ് ഉണ്ടാക്കാൻ കാര്യം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു നോർമൽ ചിക്കൻ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം ഗൈസ്. ഏതായാലും ചിക്കൻ ഉണ്ടാക്കുന്ന നമ്മുടെ ഭക്ഷണശാലയിലേക്ക് പോവാം. അപ്പൊ ഇതാണ് ഞങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന ചിക്കൻ. എല്ലാവരുടെയും വീട്ടിൽ ഇത് തന്നെയാണല്ലോ അല്ലേ വാങ്ങണത്? അല്ല, ഈ ചിക്കൻ അല്ല, അത് വേറെ ചിക്കൻ. ഇത് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ചിക്കൻ ഷമീറൊക്കെ നടത്തുന്ന ചിക്കൻ കടയാണ് ചിക്കൻ. അപ്പൊ ഇത് കണ്ട, ഇതാണ് ഏറ്റവും കൂടുതൽ അടി. എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് ചെറിയ പീസ് ചിക്കൻ കിട്ടിയാലും ഞാനിരിക്കും. പക്ഷെ കാലിലാണ് ഇവിടെ അടി. ഞാനിതൊന്ന് ചിക്കനെ ഒന്ന് കുളിപ്പിക്കട്ടെ ആദ്യം. കുറെ നേരമായിട്ടോ ഇത് തേച്ച് കുട്ടിയില്ലാറാവും. അല്ല, എന്നാലും ചിക്കൻ നമ്മൾ വേണ്ട രീതിയിൽ കഴുകണല്ലോ. ഹോട്ടലിലൊക്കെ പോകുമ്പോ നമുക്ക് അങ്ങനെ കഴുകിയാണോ കിട്ടുന്നതെന്ന് നമുക്കറിയില്ല. ഇവിടെ ഞാനും പറയാം അതുകൊണ്ട് ഒരുപാട് കഴുകണ്ട. എന്തായാലും നമ്മൾ അധികം കഴിക്കണം ഹോട്ടലിൽ നിന്ന്. കൂടുതൽ സമയം ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത് കൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ കുറച്ചൊക്കെ റെഡിയാക്കാം. സോ അഞ്ജലി, നമ്മളിപ്പോ ഫൈനലായില്ലേ എന്താണ് ഉണ്ടാക്കാൻ പോണെന്ന്? അതെ, ഒരുവിധം. ഞങ്ങള് നാട്ടിൻപുറം പിടിക്കാന്ന് വിചാരിച്ചു. നാട്ടിൻപുറം വെച്ച് തേങ്ങാക്കൊത്തൊക്കെ വെച്ചിട്ടൊരു നാട്ടിൻ വരട്ടിയത് അല്ലേ, ചിക്കൻ വരട്ടിയത്, അതാണ് പിടിക്കാൻ. അതിന് പകുതി തേങ്ങ ഉള്ളൂ. കാരണം ഇത് മറ്റേ എലികറിനല്ല, ഇവര് കറിനെടുത്താണ്. അപ്പൊ ഇതിന്റെ ബാക്കി നമ്മൾ തേങ്ങാക്കൊത്ത് ഇങ്ങനെ അരിച്ച് അവർക്ക് പറ്റാത്തോണ്ട് എന്നെ തന്നെ ഞാൻ തേങ്ങാക്കൊത്ത് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. തേങ്ങയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീൽ ചെയ്യുന്നത് തേങ്ങ, മാങ്ങ. പിന്നെ ഇവിടെ കുറച്ച് അസംസ്കൃത വസ്തുക്കൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞാൽ സവോള, ഇഞ്ചി, കുരുമുളക്, അല്ല സോറി സവോള, ഇത് ഗാർലിക്, ഈ പച്ചമുളക് കാണണ്ട, പച്ചമുളക് വേറെ ഉണ്ട് കേട്ടോ. പരിപാടിക്ക് വേണ്ടി എടുത്തു വെച്ചതല്ല, ഇതിനു വേണ്ടി എടുത്തു വെച്ചതല്ല, ചുമ്മാ അവിടെ എടുത്ത് വെച്ചതാ. ഞാനതൊന്ന് കൈ മുറിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. ഞാനോ ഇത് കാണുന്ന പ്രേക്ഷകരോ ഉത്തരവാദികളല്ല. ചോര കണ്ടാൽ വിജയോന്നാണ് പറയുക. അയ്യോ, ചോര കാണാൻ വേണ്ടി നിങ്ങൾ മുറിക്കാൻ മെല്ലെ ചെയ്താൽ മതി. സമയമുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. സമയം 1 മണിയാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് ഉച്ചയോട് കൊണ്ടാൻ. യെസ്, അങ്ങനെ ഫൈനലി ഞാൻ തേങ്ങ എപ്പോഴും എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. തേങ്ങ ഇതേപോലെ ഇങ്ങനെ എടുത്താൽ എന്നിട്ട് കഷ്ണം ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് കഴുകാതെ തേങ്ങ കഴിക്കുക. ഇത്രയും ഒരു സേഫ് ആയിട്ടൊരു സാധനത്തിന്റെ അകത്ത് നിൽക്കുന്ന തേങ്ങ അതിന് കഴുകണമെന്ന്. അത് ഓൾറെഡി വെള്ളത്തിലാണ് കിടക്കുന്നത്. ആ വെള്ളത്തിൽ കിടക്കുന്നതിന് വീണ്ടും കഴുകണമെന്ന് അഹങ്കാരമായി പോവല്ലേ. അതെ, ചെറിയ പീസ് എടുക്കാം. ഓക്കെ, ഞാനൊരു ചെറിയ പീസ് എടുത്തിരിക്കുന്നു. എനിക്ക് കഴിക്കണം. തേങ്ങ കഴുകി കഴിക്കുന്ന ലോകത്ത് ആദ്യത്തെ ആള് ഞാൻ ആദ്യം കാണുന്നത്. അതുപോലെ മറ്റേ ഇളനീര് കുടിക്കില്ല. ഇളനീര് കുടിക്കാൻ കഴുകാൻ പറ്റില്ല. ഇളനീരൊക്കെ ഞാൻ കുടിക്കാറുണ്ട്. ഇതിപ്പോ നാളികേരം അഞ്ജലി കട്ടിയണത്. ഇത് വേറെ എനിക്ക് ഇഷ്ടമുള്ളത് ഈ തേങ്ങ കട്ടിയണ കാണുമ്പോൾ എൻ്റെ വീട്ടുകാർ ഓർമ്മ. എൻ്റെ അച്ഛൻ എന്തുണ്ടാക്കിയാലും തേങ്ങ കട്ടി. അതായത് അച്ഛൻ മട്ടനൊക്കെ ഉണ്ടാക്കും ഭയങ്കര രസമായിട്ട്. അപ്പൊ അതില് ഇതേപോലെ തേങ്ങ കൊത്തിടും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ അതാ പെട്ടെന്ന് ഓർമ്മ വന്നത്.
ഇവിടെ ഞങ്ങൾ അന്വേഷിച്ച ഒരാൾ വന്നു. വേറെ അപ്പോൾ അങ്ങനെ അഞ്ജലി കഷ്ടപ്പെട്ട്, അഞ്ജലിക്ക് 2 ദിവസമായിട്ട് ചെറിയ കോൾഡും പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ മൂക്കിന് പിന്നെ പിള്ളേരെ എനിക്ക് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പിള്ളേരെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ കോൾഡ് വരും വലിക്കും. അതാ ഓർമ്മ വരുന്നത്. എൻ്റെ അടുത്ത് വലിച്ചോണ്ടിരിക്കുക. ഞാൻ വലിക്കലല്ലേ ഉള്ളൂ, ചീറ്റലല്ലോ. അതൊന്നുമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ 3 ഉള്ളി എടുത്തേക്കണേ. 3 ഉള്ളി മതിയെന്ന് വിചാരിക്കുന്നു, എനിക്കറിയില്ല. ഞാൻ അഞ്ജലിക്ക് ഹെൽപ്പ് ചെയ്യും, ഞാൻ ഹെൽപ്പറാണ്. സാധാരണ ഹെൽപ്പേഴ്സിനെ കൊണ്ടാണോ നമ്മൾ കൂടുതൽ പണിയെടുപ്പിക്കാറ്. അപ്പൊ ഇന്നത്തെ മെയിൻ ഷെഫ് മിസ്റ്റർ അജിത് രാജു ആണ്. ഉള്ളി ഭയങ്കര മോശം കേട്ടോ. ഇപ്പൊ കിട്ടുന്ന ഉള്ളി മൊത്തത്തിൽ അലമ്പ. ഉള്ളി തൊലിച്ചാൽ ഉള്ളിക്കകത്തൊന്നുമില്ല. ഇവിടെ ചില ആൾക്കാരുടെ തല പോലെ. അപ്പൊ ഇനിയാണ് ശരിക്കും നമ്മുടെ കുക്കിംഗ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ഒരുവിധം കുറച്ച് സാധനങ്ങളൊക്കെ പെട്ടെന്ന് അരിഞ്ഞു വെച്ചു. കാരണം സമയം 2 മണിയാവാനായി. ഇപ്പൊ ആവണി വിശക്കുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം ഓടി വരും. അപ്പൊ ഞങ്ങൾ അരിഞ്ഞു വെച്ച സാധനങ്ങൾ, ഞങ്ങൾ എടുത്തു വെച്ച സാധനങ്ങൾ ആദ്യം പറയാം. പച്ചമുളകും കരിവേപ്പിലയും ഉണ്ട്. അതെ, സവോള എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട അരിഞ്ഞ തേങ്ങ കൊത്ത്, പിന്നെ അതെ, ശരി, ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് നമ്മൾ വെളിച്ചെണ്ണ എടുത്തു വെച്ചിട്ടുണ്ട്, മഞ്ഞപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്, മല്ലിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്, ഉപ്പ്, മുളക് കുറച്ച് എടുത്തിട്ട് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ വെള്ളം ഊറ്റാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ്. അപ്പൊ നമ്മൾ ഐറ്റംസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പാൻ എടുക്കുന്നു. പാൻ ചെറിയ പാനും പിന്നെ വലിയ പാനും ഉള്ളത്. അപ്പൊ ചെറിയ പാനിൽ നമ്മുടെ ചിക്കൻ കുട്ടികൾ ഒതുങ്ങാത്തത് കൊണ്ട് പാത്രം കഴുകാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും പോട്ടെ, വലിയ പാനിലാണ് ഇപ്പൊ ചെയ്യാൻ പോണത്. വലിയ പാനാകുമ്പോൾ നമുക്കെല്ലാം വയറ്റാനും അതിനൊന്ന് ഇരുന്ന് കുക്ക് ആവാനൊക്കെ നല്ല സൗകര്യവും സ്വസ്ഥത. നമ്മളൊരു വീടൊക്കെ എടുക്കാൻ പോകുമ്പോൾ സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം ചോദിക്കാറില്ലേ, അതുപോലെ ഒന്ന് ചിക്കന് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പാത്രമാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഇതാണ് വലിയ പാന്, ചെറിയ പാന് എല്ലാം പോയി. അപ്പൊ അതല്ലേ ഞാനിപ്പോ പറയാൻ പോയത്. അപ്പൊ നമ്മള് കുക്കിംഗ് സ്റ്റാർട്ട്. അപ്പൊ ഇതാണ് എന്റെ കുഞ്ഞി പാൻ. ഈ പാൻ നമുക്കൊന്ന് കഴുക. ഇത് കുറെ കാലമായിട്ട് മച്ചന്റെ മുകളിൽ ഇരിക്കായിരുന്നു. ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വന്നത് കഴുകട്ടെ. അല്ല, നമുക്ക് ഇത്രയും വലിയ പാത്രത്തിന്റെ ആവശ്യം വരാറില്ല, അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ കഴുകി കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്ന ചിക്കനെ ഞാൻ ആദ്യം എടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ ഇടുകയാണ്. കിട്ടി കേട്ടോ രണ്ടാമത്തെ കാലനെ. അപ്പൊ നമുക്ക് ആദ്യം മുളക് പൊടി ഇടാം. ഞങ്ങള് സാധാരണ ആദ്യം നമ്മൾ മറ്റേ വീഡിയോ ചെയ്യണ പോലെ മഞ്ഞളിൽ ആരംഭിക്കണം. അതാണ് മുളക് പൊടി. മഞ്ഞൾ എന്ന് വെച്ചാൽ മനസ്സിലായില്ലോ. മഞ്ഞൾ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും അടുക്കളയിൽ കയറണം. വില്ലേജ് എന്താണ്, കുക്കിംഗ് വില്ലേജ് ചാനലിലെ അണ്ണന്മാര് പറയുന്ന പോലെ മഞ്ഞൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ചാനല്. ഞാൻ ഭയങ്കര ഫോളോ ചെയ്യണ 2 പേരാ. ഒന്ന് ഫിറോസും ഒന്ന് അവരും. കുക്കിങ്ങിന് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും. അതെ, മുളക് പൊടി. അതെ, മുളക് പൊടിയാണോ കാശ്മീരി? ഇവിടെ ആർക്കും അധികം എരിവ് വേണ്ട. 1 സ്പൂണെങ്കിലും ഇടണ്ടേ? 3 സ്പൂണൊക്കെ ഇടുന്നവരാണ് ഉള്ളത്. നമുക്ക് 1 സ്പൂണെങ്കിലും മുളക് പൊടി ഇടണം, അല്ലെങ്കിൽ മുളക് പൊടി അപമാനിക്കുന്നത് പോലെ ആവും. ഇവിടെ ആർക്കും എരിവ് പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് കാശ്മീരി അതിന്റെ കളറിന് എരിവൊക്കെ തിന്നുന്നതാണ്. അതാണെങ്കിൽ എനിക്ക് 1 സ്പൂൺ കളർ കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എടുത്തിട്ടു. ഇനി നമുക്ക് മല്ലിപ്പൊടി. മറന്നു കേട്ടോ. അല്ല, ഞാൻ തമിഴില് കുക്കിംഗ് വില്ലേജ് മല്ലിപ്പൊടി. മല്ലിപ്പൊടി എന്താണ്? പിന്നെ നമ്മള് പൊടിച്ചു വെച്ച കുരുമുളക് പൊടി. ഇല്ല, ഒരുപാട് പൊടിച്ചു ആവേശം മൊത്തം എടുത്തിട്ട പണി. ഞാൻ മഞ്ഞൾ സ്പൂണിലാണ് കുരുമുളക് പൊടി ഇടാൻ പോകുന്നത്. ഇവിടെ ആർക്കും എരിവ് ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞല്ലോ. കുരുമുളക് പൊടി എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ അടുത്തത് ഉപ്പ്. ഉപ്പിന്റെ സമയം എന്താ? ഉപ്പ് ഞാനിങ്ങനെ കയ്യിലിടാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഒരു കൈയിന്റെ അളവില് നമുക്ക് ഉപ്പം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടില്ല എന്ന് വിചാരിക്കാം. സത്യം, നമ്മൾ കൈയും ഉപ്പും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ഇട്ടിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടി ഇടാം. നമുക്ക് ലാസ്റ്റും കുറച്ച് കരിവേപ്പില ഇടാം. ഇപ്പം കുറച്ച് കരിവേപ്പില ഇടാം കേട്ടോ. കരിവേപ്പില ഇട്ടു. നമുക്ക് വെളിച്ചെണ്ണ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. അങ്ങനെ വെളിച്ചെണ്ണയും എടുത്ത് നമ്മൾ അപ്പൊ നന്നായിട്ട് പരട്ടി
പരട്ടിയല്ല പെരട്ടി. കളയണേ. ഓക്കെ, നന്നായിട്ട് പെരട്ടി. ഇത് കളയൂല, കളയാൻ പറഞ്ഞില്ല, കളയൂല. ചമ്മിയ പോകണ്ടോ? ഇല്ല, വയ്യ. നന്നായിട്ട് പുരട്ടി പെരട്ടി. അത് പലയിടത്തും അങ്ങനെയാ, പുരട്ടിയിട്ടുണ്ട്, പെരട്ടിയിട്ടുണ്ട്, പരട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പരട്ടി വെച്ചിട്ടുണ്ട്. അതെ, ഞാനിപ്പോ തേങ്ങാ കൊത്തുകൾ ഇടാൻ പോവുകയാണ്. ഇങ്ങനെയാണോന്ന് അറിഞ്ഞൂടാ കേട്ടോ, ഞാനും തേങ്ങാക്കൊത്ത് ഇടുന്നുണ്ട്. ഒരു കാക്ക വിളിക്കുന്നുണ്ടല്ലോ, വിശക്കുന്നുണ്ടോ കാക്കയ്ക്ക്? ഇതിനെയാണോ പെരട്ട് എന്ന് പറയുന്നത്? നമ്മുടെ താരം വന്നിട്ടുണ്ടല്ലോ. ഹലോ, ഹായ് പറയട്ടെ. ഹലോ അവണി. ഇങ്ങനെ അവിടെ അവണി, അവിടെ കാലം അവണി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പൊ അത്യാവശ്യം തേങ്ങയും കൂടെ അതിനകത്തോട്ട് മിക്സ് ആയിട്ടുണ്ട്. എനിക്ക് ടേസ്റ്റ് ഇല്ല, നിങ്ങൾ നോക്കിക്കോ. കുറച്ച് സാധനങ്ങള് എണ്ണയിലൊന്ന് വയറ്റി എടുക്കാനുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം സവോള ഇടാം. നമ്മുടെ ഇഞ്ചിനെ എന്റേതായ ചെറിയ പൊടിക്കൈകളുണ്ട്. എന്റെ എല്ലാ ഫുഡിലും എന്റേതായ ഒരു മാസ്മരികമായ കൈപ്പുണ്യം, ലാലേട്ടൻ പറയുന്ന പോലെ എന്റേതായ ചില പൊടിക്കൈകൾ ഞാൻ ഇടുന്നുണ്ട്. അതിനുവേണ്ടി ഇത്തിരി ഗ്രാമ്പു എടുക്കുന്നു. ഇത്തിരി ഗ്രാമ്പുവിലിങ്ങനെ നമ്മൾ വിതറിയിടുന്നു. ഇത് കറുകപ്പട്ടയുടെ പട്ട. ഇതാണ് കറുകപ്പട്ട. കഴിഞ്ഞുപോയി, ദാരിദ്ര്യമാണ്, ചുമ്മാ പറഞ്ഞതാ, വേറെ അടുപ്പുണ്ട്. അപ്പോൾ പട്ട ഒന്ന് ഇടുന്നുണ്ട്. ഇതല്ലേ പട്ട? ഇതാണ് പട്ട. പട്ട ഒന്ന് ഇടുന്നുണ്ട്. ഓക്കെ, ഇതെൻ്റെ കൈമുദ്ര പതിപ്പിക്കാനാണ്. ഓക്കെ, പിന്നെ രണ്ടാമതിൽ എൻ്റേതായ വേറെ പൊടിക്കൈയിലൊരു സാധനമാണ് എൻ്റെ കൈമുദ്ര. ഇതാണോ, ഇതാണ് ബ്ലാക്ക് പെപ്പർ. ഓക്കെ, ഇതിൻ്റെ ടേസ്റ്റ് വേറെ കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഇങ്ങനെ ഇട്ടത് ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഈ സാധനം ഓൾമോസ്റ്റ് റെഡിയായി വന്നു. ഇനിയിപ്പോൾ അതിലേക്ക് മിക്സിലേക്ക് ഇടാം. ഓക്കെ, അപ്പൊ ഞാൻ ഗ്യാസ് കത്തിച്ചു. നമ്മുടെ കുഞ്ഞി പാനെ എടുത്തിട്ടാണ് ഇതിനകത്തോട്ട് നമ്മുടെ വഴറ്റി വെച്ച. ഇത് ഒരുപാട് ആനയുടെ കാര്യത്തിൽ അമ്പലം കൊടുത്ത അവസ്ഥയായിപ്പോയല്ലോ. ഇരിക്കട്ടെ, ഈ സാധനം കുറഞ്ഞു പോയോ നമ്മൾ ചെയ്ത ഐറ്റംസ്? നമുക്ക് ആവശ്യത്തിന് മതി. നമ്മുടെ പാത്രത്തിന്റെ വലുപ്പം അനുസരിച്ച് നമ്മൾ ഒരുപാട് അരിഞ്ഞിടേണ്ട കാര്യമില്ല. നമുക്ക് ടേസ്റ്റ് കിട്ടില്ലേ? ഉറപ്പായിട്ടും നമുക്ക് ടേസ്റ്റ് കിട്ടിയാൽ മതി. അപ്പൊ ഇത് നന്നായിട്ട് നമ്മുടെ വൈറ്റ് മിക്സിന്റെ കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ, നമുക്ക് നോക്കാം. അഞ്ജലിന്റെ മുഖത്ത് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടല്ലോ. എന്താ? എനിക്ക് ജലദോഷമാണെങ്കിലും കറിയുടെ മണം നല്ല കുത്തനെ വരുന്നുണ്ട്, അതിന്റെ ഒരു കോൺഫിഡൻസ് ആണ്. അയ്യോ, ഞാനത് തുറന്നത് കാണിച്ചു തരണ്ടേ? നോക്കൂ, നല്ല ഭംഗിയായിട്ടിരിക്കണം അല്ലേ? എന്താ പേര് പറഞ്ഞേ? ചിക്കൻ പെരട്ട്, നാടൻ സ്റ്റൈലുള്ള പെരട്ട്. മീൻവൈൽ ഇവിടെ അമ്മ ആക്ച്വലി കുറച്ച് രസം വെച്ചിരുന്നു. മീനുണ്ടോ? അല്ലല്ല, മീൻവൈൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. കുറച്ച് രസം നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് പപ്പടം കാച്ചാൻ പോവാണ്. അടിപൊളി. അമ്മയെ വിളിക്കുന്നുണ്ട്. അവിടെ ചിക്കൻ ആയിരിക്കാണ് രണ്ടുപേര്. ഓക്കെ, നമുക്ക് വിളമ്പാം. ചോറ് തണക്കാനായിട്ട് വെച്ച് 2 മണിക്കൂറായല്ലേ? 2-3 മണിക്കൂറായി. ഐസ്ക്രീം പോലെ നല്ല അടിപൊളി ചിക്കൻ പെരട്ടിയതാണ് ഇന്ന് ആവണി കഴിക്കാൻ പോകുന്നത്. ആദ്യമേ ആവണിക്ക് ഇഷ്ടമുള്ള കാലാണ് ഞാൻ ഇടാൻ പോകുന്നത്. ചിരട്ടപ്പൊട്ടെന്ന് കേട്ടിട്ടുണ്ടോ? ഓക്കെ, യെസ്, കണ്ടിന്യൂ. ചിരട്ടപ്പൊട്ടെന്ന് കേട്ടിട്ടുണ്ടോ? എനിക്ക് വിശക്കുന്നു. രസവും ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ട്, ചിക്കൻ പരട്ടിയതായിട്ടുണ്ട്. ഇനി പപ്പടം കൂടെ കാച്ചി നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കാം. അതെ, ഇനിയിപ്പോ ഇതെന്തായാലും വ്ളോഗ് ഇവിടെ തീർക്കുകയാണ്. അപ്പൊ സൈനിങ് ഓഫ് ഫോർ എ വ്ളോഗ്സ്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. ഒന്ന് തള്ളിത്തരാ കേട്ടോ, നന്നായിട്ട്. ഞങ്ങൾ നന്നായിട്ട് അതുകൊണ്ട് ബായ് പറയുന്നതാ ശരിക്കും ഒരു ബായ്. അതുകൊണ്ട് എടുത്തിട്ട് വരാം ഞാനൊരു ബായ് പറയാൻ. ഇവിടെ നോക്കി ബായ് പറഞ്ഞേ. ബൈ.